मोनालिसा को देखने के लिए देखिए कितना ज्यादा भीड़ लगा हुआ है और मोनालिसा को भगाया जा रहा है यहाँ से कहीं और पे। അതെന്ത് പോക്കാടോ 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ ഒളിച്ചു ഓടുന്നത് ശരിയാണോ? മൊണാലിസേനെ അറിയില്ല നിങ്ങൾക്ക്? കുംഭമേളയില് വലിയ സന്യാസിമാരെ ഗൗരിമാരെയൊന്നും ആരും ശ്രദ്ധിച്ചില്ല. ആകെ ശ്രദ്ധിച്ചത് ആ നീലക്കണ്ണനല്ലേ ഈശ്വര, ആ പ്രത്യേക തരം കണ്ണുകളും ആ വൈബുമായിരുന്നു കുവാരന്മാരുടെയും ഞരമ്പന്മാരുടെയും പിന്നെ സൗന്ദര്യ ആസ്വാദകരുടെയും കണ്ണിൽ പതിഞ്ഞത്. പാവം കുട്ടി തുടക്കത്തിൽ ഇതൊക്കെ ഒരു രസമായിട്ട് എടുത്തു. ഹായ് ഞാൻ സെലിബ്രിറ്റി, ഒറ്റടിക്ക് 250K ആണ് ഇൻസ്റ്റാഗ്രാമിൽ റീലിനൊക്കെ റീച്ച്, പേജ് അങ്ങ് കത്തിക്കേറിയപ്പോ അടിപൊളി. പിന്നീട് അങ്ങ് കിട്ടിയ പണിയാണ് എന്റെ പൊന്നു മക്കളെ പണി. ഈ സൗന്ദര്യം എനിക്കൊരു വലിയ പാരയായോ എന്നുള്ള സാധനമാണ് ചേച്ചിക്ക് കിട്ടിയ പണി. കൊള്ളാം. എന്തായാലും തുടക്ക സമയത്ത് അവരെടുത്ത കുറച്ച് വീഡിയോസ് വൈറലായ സമയത്ത് ഇവർ സന്തോഷ പുളകിതയായിട്ട് എടുത്ത കുറച്ച് വീഡിയോസ് ആണെന്ന് കാണാം. रील्स बनाने नहीं देते, चिल्लाते हमारे यहाँ। कौन नहीं बनाने देते हैं? सब डांटते बोले काम। हाँ बहुत चिल्लाते, नहीं बनाने देते। अच्छा माला बेचती हैं तो कैसे माला बेचती है? हाथ में എവിടെ വെക്കാൻ സമയം? ചേച്ചി ഈ സാധനമായിട്ടുണ്ട് ഇറങ്ങുമ്പോ മൊണാലിസ സാധനം ഒക്കെ എടുത്ത് ഇങ്ങനെ ഇറക്കും. ഇങ്ങനെ മാല ഇങ്ങനെ തൂക്കി ഇങ്ങനെ പോവും. വീഡിയോ എടുക്കാൻ വരുന്ന ആളുകൾക്ക് എന്തിന് മാലയൊന്നും അവർ വാങ്ങിയില്ല. ചേച്ചിയുടെ കുറെ റീലും വെച്ച് അവർ കാശാക്കി. ചേച്ചി അങ്ങ് മൂഞ്ചി ചില്ലായ എന്നൊക്കെ കേട്ടില്ലേ? ആദ്യമൊക്കെ അത് ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. ആ സമയത്ത് ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര സന്തോഷമാണ്, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അവസാനം ഒന്ന് മൂത്തം പോലും ഒഴിക്കാൻ പറ്റാത്ത രീതിയിൽ ചേച്ചി കുടുങ്ങിപ്പോയി എന്നുള്ളതാണ്. കൊള്ളാം, അത്ര കടിപൊളി. പിന്നെ മറ്റൊരു കാര്യം, UP ഞങ്ങൾ കുറ്റം പറയണ്ടല്ലോ. 10,000 കക്കൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. 10,000. ഓരോ 10 കക്കൂസിനും ഒരു സൂപ്പർവൈസറും ഉണ്ട്. ഇത് കളിയാക്കുന്ന ആളുകൾക്കുള്ള ഒരു സാധനമാണ്. കാരണം 144 വർഷത്തിനിടയിൽ നടക്കുന്ന 7,000 കോടി രൂപ ചെലവഴിച്ച് നടക്കുന്നതാണ്. ഒരിക്കലും നമ്മൾ ഈ ഒരു കാര്യത്തിന് പുച്ഛിക്കാൻ പാടില്ല. കാരണം നമ്മൾ മനുഷ്യ ആയുസ്സിൽ ഇനി ഇത് കാണാൻ കഴിയില്ല. ഇനി 6 വർഷമോ 12 വർഷമോ നടക്കുന്ന കുംഭമേളയെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മഹാകുംഭമേളയാണ്. പക്ഷെ മഹാകുംഭമേളയുടെ ഇടയിൽ ആളുകൾ കണ്ടെത്തിയ കാര്യം എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ മൊണാലിസ ചാച്ചി. കൊള്ളാം. ഇനി ചേച്ചിക്ക് ആ ഒരു ആരാധകരോടുള്ള സ്നേഹം കൂടിയപ്പോൾ ഉണ്ടായ ഒരു കാര്യം കാണാം. मोनालिसा किस तरीके से देखिए अंदर बच्चे देखिए मोनालिसा को यहाँ पर बैठने नहीं दिया जा रहा है। देखिए किस तरीके ഏതാണ് ചേച്ചി മുണ്ടൊക്കെ പൊക്കി ചേർന്നിട്ട് അടിക്കണത്? നൈന്റെ മക്കളെ പണിയെടുക്കട്ടടാ, മാല വിറ്റ് ജീവിക്കട്ടടാ, പന്ന പൂപ്പാ പി പി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്ലാങ്ങിലാണ് ഞാൻ നിങ്ങൾക്ക് തർജ്ജമ ചെയ്തേ എന്നുള്ളൂ. ചാച്ചി കലിപ്പില്ല. എടോ, ഒരു മാല വിറ്റാൽ 100 റുപ്യ കിട്ടുള്ളൂ. അത് വിറ്റ് എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കട്ടെ, അങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞതാ. പക്ഷെ എന്താ ചെയ്യുക, നിങ്ങളെല്ലാരും കൂടെ മൊണാലിസന്റെ പിന്നാലെ നടന്ന് തുരത്തി അവസാനം അവരുടെ കഞ്ഞിയിൽ അങ്ങ് പാറ്റിട്ടു. സന്തോഷമായില്ല. അല്ലെങ്കിൽ ഈ UP കുറെ മണമണാഞ്ചന്മാർക്ക് ഒരു ബോധമില്ല. അവരെടുത്ത വീഡിയോസ് എടുത്തിട്ട് ഇവിടെ മലയാളികൾ ഇങ്ങനെ പൊങ്കാലിടുന്നുണ്ട്. എന്നാൽ പോലും ആ കുട്ടി തിരിച്ച് മധ്യപ്രദേശിലേക്ക് എത്തിയത് എന്തോ. കാരണം അവിടുന്ന് കയറ്റി വിട്ടെന്നാ പറയുന്നത്. ചില ആളുകൾക്ക് അത് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. വീണ്ടും വൈറലായപ്പോൾ ഉണ്ടായ ഒരു വീഡിയോ അതുകൂടി കാണാം. बहुत खुश है मोनालिसा। देखिए यही वो लड़के जो माला बेचते समय काफी सोशल मीडिया पे वायरल हो गई और आज उनका वीडियो काफी वायरल हो रहा है जिसमें माला बेचते हैं। എന്റെ പൊന്നു മോനാന്ന് തൂറാൻ പോയിക്കോട്ടെ, അതിന്റെ പിന്നാലെ നടന്നിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കല്ലേ. ഇത് ഒന്നിനും പറ്റാതായി. ഒന്നിനും പറ്റില്ല, രണ്ടിനും പറ്റുന്നില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കഴിക്കണം തോന്നിയാൽ അതിനും പറ്റൂല. ബഹുത്ത് ഗുസ്സ ഹേ ഇത് പറയും പിന്നാലെ നടക്കുകയാണ് കുറെ മണ്ണന്മാര്. ഇവിടെ കുറെ സൗന്ദര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? തിന്ന വല്ല അകത്ത് കുറെ പണി എടുക്കണം. ആ പണി എടുക്കാൻ നിങ്ങൾ സമ്മതിക്ക്. ഇപ്പൊ കുടുങ്ങിപ്പോയി എന്നായി ചേച്ചി. ഇനി ഇതില് ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്ക് ജനങ്ങൾ മാറിയത് കൂടി കണ്ടോക്കി. അപ്പൊ അറിയാം അവിടുത്തെ ആളുകളുടെ ആ ഒരു വൈബ് എന്താണെന്ന്. കണ്ടോക്കി. आज मीडिया वालों ने, पब्लिक वालों ने मुझे बहुत परेशान किया। ये बात को लेके मेरे माता पिता भी बहुत परेशान है। इसकी वजह से मुझे मेश्वर भेज रहे हैं। വളരെ മോശമായിപ്പോയി. എല്ലാവരും പരിശാദനം ഉണ്ടാക്കി കൊടുത്ത് ചേച്ചിനെ ബുദ്ധിമുട്ടിച്ച് അവസാനം പരിശാനായിക്കൊണ്ട് അവിടെ നിന്നും മൂഞ്ചി പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എന്താ ചെയ്യാ, ഈ UP മാത്രമൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന കോടിക്കണക്കിന് ആളുകൾ വരുന്ന പരിപാടിയാണ്. പല ആളുകളും ബുദ്ധിമുട്ടിച്ചപ്പോ ചേച്ചീനെ എന്താ ചെയ്തെന്ന് അറിയണ്ടേ? കണ്ടു.
അവസാനം സന്യാസി വര്യന്മാരുടെ അടുത്ത് പോയിരിക്കേണ്ടി വന്നു പെൺകുട്ടിക്ക്. അത്ര അധികം ശല്യമായിരുന്നു ജനങ്ങൾ എന്നുള്ളതാ. ഇതൊക്കെ കഴിഞ്ഞ് ചേച്ചി ഒന്ന് മനസ്സിലായി, ഇനി ജീവിക്കാൻ പറ്റില്ല, ഇനി അവിടെ നിന്ന് പണി കിട്ടും. അവസാന ഡ്രസ്സൊക്കെ മാറി പുറത്തു പോകാൻ നേരത്തുണ്ടായ ഏറ്റവും അവസാനം കൈയും കാലും പിടിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. പൊന്നു മക്കളെ, കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഒയ്ക്കും. കണ്ടോക്കി. എന്താ ഞാൻ പോവാണ്, ഇത് മടുത്തത്, ഭണ്ടാരം സഹിക്കണില്ല. അപ്പൊ മൊണാലിസ പോവല്ലേ, നിങ്ങൾ അങ്ങനെ പോവല്ലേ, ജനങ്ങൾ അങ്ങനെ പലവും പറയും, നിങ്ങൾ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ആരാധക പുരുഷന്റെ ശബ്ദം നിങ്ങൾ വാക്കിൽ കേട്ടില്ലേ? അതാണ്. ഇനിയാണ് ഇവിടെ കുറെ കാമുകന്മാരുടെ നെഞ്ചത്ത് ശരിക്കും കത്തി അല്ല കട്ടപ്പാര കുത്തി ഇറക്കിയ പോലെ ഈ വാക്ക് കേട്ടപ്പോ. കേട്ടോക്കിയേ. मोनालिसा कहाँ चली गई? इंदौर चली गई। इंदौर चली गई। तुम्हारी बहन है ना इंदौर वो? अभी तो आए बना उसका बंद कर दी. അവളെ കയറ്റിവിട്ട് നിങ്ങളെല്ലാവരും ശല്യം ചെയ്തോണ്ട് ഓളെ കയറ്റിവിട്ട് ഏതോ ഒരു നാറി വീണ്ടും മയക്കും കുന്തൊക്കെ എടുത്ത് ചെന്നിട്ട് മൊണാലിസനെ എവിടെയെങ്കിലും ഒന്ന് കിട്ടിയ ഒരു 2 വൈറൽ വീഡിയോ എടുക്കാലോ എന്ന് വെച്ചിട്ട് പോയതാ. അവിടെ ഇപ്പൊ മൊണാലിസനെ വീട്ടുകാരെന്താക്കി, പാർസലാക്കി. പാവം ജീവിക്കാൻ വേണ്ടി വന്നതായിരുന്നു. മഹാകുംഭമേള 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ്. ഇനി മനുഷ്യായുസിൽ നിനക്ക് കാണാൻ പറ്റൂല എന്ന് പോലുള്ള ബോധമില്ലാതെ കുറെ മണകോണാഞ്ചന്മാർ ഒരു പെണ്ണിന്റെ മുന്നാലും പിന്നാലും നടന്നുകൊണ്ടിരിക്കുക. ഒരു കണ്ണാണ് അവർ അട്രാക്ട് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ 1000 ലക്ഷങ്ങളെ കോടിക്കണക്കിന് കണ്ണുകൾ നമ്മുടെ ചുറ്റിലുണ്ട് മോനെ. ആ കണ്ണുകളിലൊക്കെ നീ വീണ് തുടങ്ങുക, പിന്നെ നീ അവിടെ കിടന്ന് എണീക്കാൻ പറ്റാത്ത രീതിയിലാവും. കാരണം അവിടെ നടക്കുന്ന ഒരു കാര്യം പോലും നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും ദിവസമായിട്ട് മൊണാലിസ എന്നല്ലാതെ വേറെ വല്ല എന്തെങ്കിലും വലിയ സന്യാസിമാരുടെയോ വല്ല ആളുടെയും വലിയ വീഡിയോ വൈറലായോ? ആവൂല. അതാണ് ആണിനെന്നും പെണ്ണ്, പെണ്ണിനെന്നും സ്വർണം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണിത്. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ കയറ്റി വിട്ടപ്പോണ്ടായ ഒരു സംഭവം എന്താ വെച്ചാൽ അടുത്ത് പിന്നെ വരുന്ന മാതാപിതാക്കളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നതാണ്. കണ്ടോക്കാം. अच्छा, कभी नहीं सोचे थे कि हमारी बेटी इतना लेवल तक पहुंच जाएगी? नहीं भैया, हम कभी नहीं सोचे थे। हम हैं बंजारे लोग, तो बंजारों की बेटियां कभी स्टार नहीं बनती हो, क्योंकि गरीब लोग होते हैं और हम झुग्गी झोपड़ी में रहने वाले हैं, तो हम कभी नहीं सोचे कि हमारी बेटी एक स्टार बन जाएगी। അല്ല പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവപ്പെട്ട ആളുകളാണ്. നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഇങ്ങനെയൊക്കെ സ്റ്റാർ ആവുന്നുള്ള. നിങ്ങളെല്ലാരും പോലെ സ്റ്റാർ ആക്കിയപ്പോ എന്തായത്, കഞ്ഞിയിൽ മാറ്റ വീണ പോലെ, കഞ്ഞിയിൽ മണ്ണ് വീണ പോലെ. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റണില്ല. പെണ്ണിനും കയറ്റി വിടേണ്ടി വന്ന് കച്ചവടം മുഞ്ചി. അതാണ് ഏറ്റവും അവസാനം നമ്മുടെ ചേച്ചിയെ കൊണ്ടുപോകുന്നൊരു സീനുണ്ട്. പെറ്റ തള്ള സൈക്കിളിട്ടാ കാമുകന്മാരൊക്കെ നെഞ്ചത്ത് കൈയടിച്ച് കരഞ്ഞോണ്ടിരിക്കോ. ആ സീനൊന്ന് കാണിച്ചു തരാം. അയ്യോ മോണോ പോവല്ലേ, ഞങ്ങളെ വിട്ട് പോവല്ലേ, അയ്യോ മൊണാലിസ പോവല്ലേ, ഞങ്ങളെ വിട്ട് പോവല്ലേ, ഞങ്ങളുടെ കണ്ണിലുണ്ണി പോവല്ലേ, പ്ലീസ് ഞങ്ങളെ വിട്ട് പോവില്ലേ മൊണാലിസ. സൈക്കിൾ ഒരു കാമുകനും സഹിക്കില്ല, ഒരു സൗന്ദര്യ ആരാധകനും ആ സീന് സഹിക്കാൻ പറ്റില്ല. എടാ പട്ടിക്കൂട്ടങ്ങളെ, നിങ്ങളെല്ലാരും കൂടെ ഒരു പാമ്പെണ്ണിന്റെ ജീവിതം തൊലച്ചിട്ട് എങ്ങനെയൊക്കെ ജീവിച്ച് പൊക്കോട്ടെ. 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആ കുട്ടിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവസാനത്തെ തന്നെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഫസ്റ്റ് ചാൻസ് ആവും. അതിനാണ് നിങ്ങളെല്ലാവരും പാടാൻ മറ്റേടുത്ത പരിപാടിയും കാണുകയാണ് ഒലത്തി അത് മലത്തി കൊടുത്തി അത് കളഞ്ഞത്. എന്ത് വലിയ പൊട്ടന്മാരായിരിക്കും. പെണ്ണിൻ്റെയും മണ്ണിൻ്റെയും പൊന്നിൻ്റെയും പിന്നാലെ നടക്കുന്നവർ മണകൊണാഞ്ചന്മാരാണ് എന്ന് ആരോ പണ്ട് എഴുതി വെച്ച സത്യ. ഒരു കുട്ടിയുടെ ലൈഫ് അങ്ങോട്ട് മൂഞ്ചിപ്പിച്ച്. ഓക്കെ, കുട്ടി ചിലപ്പോൾ വൈറലായി സിനിമയിലൊക്കെ എത്തും, നല്ല കാര്യം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആ കുട്ടിയുടെ ഒരു വലിയ ആഗ്രഹമാണ് നിങ്ങൾ തകർത്തില്ലാണ്ടാക്കി. ഇനിയെങ്കിലും UP-യിലുള്ള മണകൊണാഞ്ചന്മാരോട് എനിക്ക് പറയാനുള്ളത്, ലെവലേശം വകതിരിവ് വെച്ചുകൊണ്ട് ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഒരു മഹാകുംഭമേള നടക്കുമ്പോൾ അതിനിടയിലൂടെ പുട്ടുകച്ചവടം നടത്താൻ ശ്രമിച്ച് അവസാനം പുട്ടുകച്ചവടം പൊട്ടി, കച്ചവടക്കാരനും മൂഞ്ചി, നാട്ടുകാരും ബ്ലിങ്കും അടിച്ചു പോകുന്നു.
ഓക്കെ, ഇനിയെങ്കിലും അവിടെ നടക്കുന്ന ആ പരിപാടിയിലെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യടേ. ഇത് കഴിഞ്ഞ് പിന്നെയും ക്യാമറയും പിടിച്ച് ഓരോ പെണ്ണുങ്ങളെ മൊണാലിസയേക്കാൾ സുന്ദരി നീയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നോണ്ടിരിക്കുക. അടുത്ത ആളെ വൈറലാക്കണം, അവരെ കഞ്ഞി കൂടി അങ്ങ് മുട്ടിക്കണം. വല്ലാത്ത മനുഷ്യന്മാർ. എന്തായാലും കൊള്ളാം. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പം നമ്മൾ 1 ലക്ഷം അടിച്ചിട്ടോ. അത് നിങ്ങൾ എല്ലാവരുടെ പിന്തുണ കൊണ്ടാണ്. ഇനിയും അത്തരം പിന്തുണകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സന്ദീപ് എടപ്പാൾ, സൈനിങ് ഓഫ്.